മാരാരിക്കുളത്ത് ഋഷിറാം സ്വകാര്യ ആശുപത്രിക്ക് മുന്നിലേക്ക് ജനകീയ മാർച്ച്. സാമ്പത്തിക തട്ടിപ്പിന് ഇരയായവരുടെ നേതൃത്വത്തിലുള്ള ആക്ഷൻ കൗൺസിൽ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചത്. സ്വകാര്യ ചിട്ടിക്കമ്പനിയായ ഋഷിറാം തട്ടിപ്പിന് ഇരയായവർ ചേർന്ന് രൂപീകരിച്ച ആക്ഷൻ കൗൺസിൽ നേതൃത്വത്തിലാണ് സമരപരിപാടികളുടെ രണ്ടാം ഘട്ടമായി ആശുപത്രിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. മാരാരിക്കുളം പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഋഷിറാം ആശുപത്രിക്ക് സമീപം പോലീസ് തടഞ്ഞു. ആക്ഷൻ കൗൺസിൽ ചെയർമാൻ രാജേഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ചിട്ടിക്കമ്പനിയുടെ നടത്തുന്ന ഋഷിറാം ആശുപത്രി യാതൊരുവിധ നിയമവും പാലിക്കാതെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഇതിനെതിരെ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും സമരക്കാർ പറഞ്ഞു. സ്ഥാപന ഉടമയുടെ സ്വത്ത് കണ്ടുകെട്ടി നിക്ഷേപം നടത്തിയവർക്ക് നൽകാൻ ബന്ധപ്പെട്ട പോലീസ് അധികാരികൾ ശ്രമിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ആക്ഷൻ കൗൺസിൽ കൺവീനർ ശിവദാസൻ, വൈസ് ചെയർമാൻ സൈനു സിംസൺ, ബീനാമോൾ, ഷിതമോൾ, ബാബുലാൽ എന്നിവർ നേതൃത്വം നൽകി. പോലീസ് സ്റ്റേഷനിൽ ഒത്തിരി കംപ്ലൈന്റ് നിലവിലുണ്ട്. എത്ര ഡോക്ടേഴ്സിനാണ് ശമ്പളം കൊടുക്കാതെ ഇവിടുന്ന് പിരിഞ്ഞു പോയത്? എന്റെ കൂടെ വന്ന പ്രിയപ്പെട്ട പൾമനോളജിസ്റ്റ്, നിങ്ങൾക്ക് അറിയാലോ പൾമനോളജിസ്റ്റ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ വാല്യൂ. അദ്ദേഹം ഇവിടെ ഫുൾ ടൈമറായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 3 മാസം ശമ്പളം കൊടുക്കാതെ വന്നപ്പോൾ അദ്ദേഹവും റിസൈൻ ചെയ്തു പോയി. എന്നിട്ട് പറഞ്ഞ എന്താ അറിയോ? മിസ്റ്റർ ഡോക്ടർ, നിങ്ങൾ ഞാൻ കാണിച്ചു തരാം രജനി രാജീവ് മേനോൻ ആരാണെന്ന്. നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വരും. എന്നെയും ഭീഷണിപ്പെടുത്തി ഉടക്ക സമയത്ത് നിങ്ങളുടെയും വീട്ടിൽ വരും ഞാൻ. ഒരു പെണ്ണിന്റെ ആനുകൂല്യം കൈപ്പറ്റുന്നതൊക്കെ കൊള്ളാം. വെല്ലുവിളി തണ്ടി നിർത്തി കളിച്ചാൽ മതി. ഒരിക്കൽ മുളച്ചതാണ്, വെയിലത്ത് പാടില്ല. ഞങ്ങളാരും ഒത്തിരി പ്രസ്ഥാനത്തിലൂടെ മുന്നോട്ട് വന്ന ആൾക്കാരാണ്. ഒത്തിരി കേസ് നിലവിലുണ്ട്, വ്യക്തിപരമായിട്ട് ഒരു കേസും നിലവിലില്ല. പിന്നെ ശ്രീമതി രജീമാർ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് പൈസ കൊടുത്ത് തീരാവുന്ന കാര്യങ്ങളെ ഉള്ളായിരുന്നു. ഞങ്ങൾ പൈസ ചോദിച്ചു വരുന്ന, ഞാൻ അവിടെ അഡ്മിനിസ്ട്രേറ്റർ കം ഓപ്പറേഷൻ മാനേജർ അവിടെ ഇരിക്കുമ്പോ ഡെയിലി ഒരു 5-6 പേര് വരും. ഫിനാൻസ് ചിട്ടിയായിട്ട് ബന്ധപ്പെട്ട്, ആദ്യമായിട്ട് ബന്ധപ്പെട്ട്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എഫ് ടി മേടിച്ചിട്ട് അവിടുത്തെ സ്റ്റാഫിനെ കൊണ്ട് സൈൻ ചെയ്ത് ബോണ്ട് കൊടുക്കുന്ന രീതി. പാവം സ്റ്റാഫ് ഇപ്പൊ അവര് ആവലാതിപ്പെടുകയാണ്. ബ്ലാങ്ക് ചെക്ക് കൊടുത്ത് ജോലിക്ക് കയറിയിട്ട് 10 ലക്ഷത്തിന്റെ ക്ലെയിമാണ് റിറ്റിക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 10 ലക്ഷം ക്ലെയിം ചെക്ക്. ഇവരുടെ ചെക്ക് ആലപ്പുഴ ജില്ലയിൽ ഇല്ലാത്തവർ ആരുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ശ്രീമതി രജനി രാജീവ് മേനോന്റെ ചെക്ക് ആലപ്പുഴ ജില്ലയിലെ എല്ലാ കസ്റ്റമേഴ്സിന്റെ കയ്യിലുണ്ട്. വണ്ടി ചെക്ക്. നിങ്ങൾ ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസേഴ്സ് അതിനെതിരെ ആക്ഷൻ എടുത്തിട്ടുണ്ടോ? മാർച്ച് 31 റിസൈൻ ചെയ്തു. എനിക്ക് മനസ്സിലായി ഇവിടെ ലക്ഷങ്ങൾ കൊടുക്കാറുണ്ട്. ഈ ഹോസ്പിറ്റൽ രക്ഷപ്പെടാൻ പോടില്ല. ഇന്ന് വരുന്നത് നാളെ കാണുന്നില്ല. മാഡം എന്ന് വിളിച്ചില്ലെങ്കിൽ, കാറേ എഴുതി ഇറങ്ങി വരുമ്പോൾ തൊഴുതില്ലെങ്കിൽ അവരെ പറഞ്ഞു വിടുന്ന സമ്പ്രദായത്തിലൂടെ എനിക്ക് ജോലിച്ചു പോകാൻ മുന്നോട്ട് പോകില്ല. എന്റെ 4 മാസം ശമ്പളവും കിട്ടാറുണ്ട്. ഞാൻ അത് ഉപേക്ഷിച്ച് എന്റെ ആയിരുന്നു ഫാർമസി. കാശില്ലാതെ വന്നപ്പോ എന്റെ നാട്ടുകാരെ സേവിക്കാൻ വേണ്ടി ഫാർമസി ഞാൻ ഏറ്റെടുത്തു. വ്യക്തമായ എഗ്രിമെന്റ് ഓടി. അവിടെയും ഞാൻ പറ്റിക്കപ്പെട്ടു. കാരണം ഈ സെപ്റ്റംബർ 15-ാം തീയതി ഇത് വാടക കെട്ടിടമാണെന്നോ വാടക സ്ഥലമാണെന്നോ ഞങ്ങളോട് പറഞ്ഞില്ല. പാർട്ണർഷിപ്പ് എഴുതാൻ നേരത്ത് ഇപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ വാടക കെട്ടിടമാണ്, ഇത് പ്രോപ്പർട്ടി മറ്റാണ്. ആ നല്ല മനുഷ്യരും 18 ലക്ഷം രൂപ കൊടുക്കാനുള്ള വാടക കുടിശ്ശിക.